Dear students, welcome to the class. Actually, we were learning the lesson written by S.K. Pottekar, The Gift. The name of the lesson is The Gift, and we learned till he visited the cemetery where the famous poet Shelley is lying dead. Okay, let us continue. പ്രശസ്ത കവിയായ ഷെല്ലിയുടെ കുഴിമാടം സന്ദർശിക്കാൻ റോം സന്ദർശിച്ച എസ്.കെ. പൊറ്റക്കാട് തീരുമാനിച്ചു. അവിടെ എത്തിയപ്പോൾ സെമിട്രിയുടെ അടുത്ത് പൂക്കൾ വിൽക്കുന്ന ചില പെൺകുട്ടികളെ കണ്ടു. അവർ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ബൊക്കെ വാങ്ങിക്കൂ എന്ന് പറഞ്ഞു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കുറച്ച് പൂക്കൾ അർച്ചിക്കൂ എന്ന് പറഞ്ഞു. അവരുടെ പുഞ്ചിരിയും അതുപോലെ തന്നെ ഹൃദ്യമായ പെരുമാറ്റവും പൂക്കളുടെ പുതുമയും എന്നെ പ്രലോഭിപ്പിച്ചു. ഐ വാസ് ടെംപ്റ്റഡ്. കവിയല്ല, എഴുത്തുകാരൻ എസ്.കെ. പൊറ്റക്കാട് ടെംപ്റ്റഡ് ആയി, പ്രലോഭിപ്പിക്കപ്പെട്ടു. ടെംപ്റ്റഡ്, TEMPTED, ടെംപ്റ്റഡ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ബൈ ദ ഫ്രഷ്നെസ് ഓഫ് ദ ഫ്ലവേഴ്സ്, പൂക്കളുടെ പുതുമ. ഫ്രഷ്നെസ്, പുതുമ. ഫ്രഷ്നെസ് ഓഫ് ദ ഫ്ലവേഴ്സ് ആൻഡ് ദ മാജിക് ഓഫ് ഹെർ സ്മൈൽ. അത് പറഞ്ഞ പെൺകുട്ടിയുടെ പുഞ്ചിരിയുടെ മാന്ത്രികതയും ആൻഡ് മൈ ഡീപ് റെസ്പെക്ട് ഫോർ ഷെല്ലി, ഷെല്ലി എന്ന കവിയോട് എനിക്ക് തോന്നിയ അഗാധമായ ആരാധനയും. മൈ ഡീപ് റെസ്പെക്ട് ഫോർ ഷെല്ലി. ഐ എക്സ്റ്റെൻഡഡ് മൈ ഹാൻഡ് ആൻഡ് സെഡ്, ഞാൻ എൻ്റെ കൈ നീട്ടി. എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നീട്ടുക. ഐ എക്സ്റ്റെൻഡഡ് മൈ ഹാൻഡ് ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, വൺ ബൊക്കെ പ്ലീസ്, എനിക്ക് ഒരു ബൊക്കെ തരുമോ? സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. BOUQUET, പക്ഷെ അതിലെ T സൈലന്റ് ആണ്. ബൊക്കെ എന്ന് പറഞ്ഞാൽ മതി. വൺ ബൊക്കെ പ്ലീസ്. എ സ്മോൾ വൺ, വളരെ ചെറുതൊന്നും മതി. ഷീ ടുക്ക് വൺ ഫ്രം ഹർ ബാസ്കറ്റ്. ആ പെൺകുട്ടി അവരുടെ കുട്ടയിൽ നിന്ന് ഒരെണ്ണം എടുത്തു. ഷീ ടുക്ക് വൺ ഫ്രം ഹർ ബാസ്കറ്റ്. ഷുക്ക് ഓഫ് ദ ഡ്രോപ്സ് ഓഫ് വാട്ടർ ക്ലിങ്ങിങ് ടു ഇറ്റ്. അതിന്മേൽ പറ്റിച്ചേർന്ന് നിന്നിരുന്ന വെള്ളത്തുള്ളികൾ അവൾ കുടഞ്ഞു കളഞ്ഞു. ഷീ ഷുക്ക് ഓഫ്, അവൾ കുടഞ്ഞു കളഞ്ഞു. ഷുക്ക് ഓഫ് ദ ഡ്രോപ്സ് ഓഫ് വാട്ടർ. ഡ്രോപ്സ് ഓഫ് വാട്ടർ, വെള്ളത്തുള്ളികൾ. ഡ്രോപ്പ്, തുള്ളിയാണെന്ന് നമുക്കറിയാം. ഡ്രോപ്സ് ഓഫ് വാട്ടർ ക്ലിങ്ങിങ്, പറ്റിച്ചേർന്ന് നിന്നിരുന്ന, ഒട്ടിച്ചേർന്ന് നിന്നിരുന്ന എന്നതിനൊരു ഇംഗ്ലീഷ് വാക്കാണ് ക്ലിങ്ങിങ്. CLING, ക്ലിങ്ങിങ് ടു ഇറ്റ് ആൻഡ് ഹാൻഡഡ് ഇറ്റ് ടു മീ. എന്നിട്ട് അത് എനിക്ക് കൈമാറി. ഹാൻഡഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ കൈമാറുക. ഷീ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു മീ. അവൾ അത് എനിക്ക് കൈമാറി. ഹൗ മച്ച്? ഐ ആസ്ഡ്. എത്രയാ വില? ഞാൻ ചോദിച്ചു. ആസ്ഡ്, ചോദിച്ചു. ഐ ആസ്ഡ്, ഞാൻ ചോദിച്ചു. ഹൗ മച്ച്, എത്രയാണ്? ഒരു എമൗണ്ട്, അത് എത്രയാണ് എന്ന് ചോദിക്കാൻ ഹൗ മച്ച് എന്നാണ് പറയേണ്ടത്. ഹൗ മച്ച്. ഒരു ക്വാണ്ടിറ്റിയെ ചോദിക്കാൻ, എത്ര അളവ് എന്ന് ചോദിക്കാനും ഹൗ മച്ച് ആണ്. അതേസമയം എത്ര എണ്ണം എന്ന് ചോദിക്കാൻ എന്താണ്? ഹൗ മെനി. ഇതൊന്ന് ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ഹൗ മച്ച്, എത്രയാണ്? 150 ലിറ. അവൾ പറഞ്ഞു 150 ലിറ. Carrying the bouquet, I walked towards the entrance of the cemetery. ആ ബൊക്കയും പിടിച്ചുകൊണ്ട്, വഹിച്ചുകൊണ്ട്, ബൊക്കയും കയ്യിലേന്തിക്കൊണ്ട്, ക്യാരി, കയ്യിൽ കൊണ്ടുപോവുക, വഹിച്ചുകൊണ്ട് പോവുക എന്നാണ് ഇംഗ്ലീഷ് വാക്കാണ് ക്യാരി. ക്യാരിയിങ്, അത് ചെയ്തുകൊണ്ട് ആ പ്രവൃത്തി തുടരുകയാണ്, കണ്ടിന്യൂ ചെയ്യുകയാണ്. കണ്ടിന്യൂസ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുക. ക്യാരിയിങ്. കണ്ടിന്യൂസ് ടെൻസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ INGയുടെ പ്രയോഗമുണ്ട്, അത് ഓർമ്മിക്കുക. ക്യാരിയിങ് ദ ബൊക്കെ, ഈ ബൊക്കെ കയ്യിൽ ഏന്തിക്കൊണ്ട്, വഹിച്ചുകൊണ്ട്, ഐ വാക്ക്ഡ് ടുവേർഡ്സ് ദ എൻട്രൻസ് ഓഫ് ദ സെമിറ്ററി. സെമിത്തേരിയുടെ പ്രവേശന കവാടത്തിന്റെ അടുത്തേക്ക് ഞാൻ നടന്നു. ഐ വാക്ക്ഡ് ടുവേർഡ്സ്. അപ്പൊ ഇവിടെ ടുവേർഡ്സ് എന്ന വാക്കുണ്ടോ? എന്താ അതിന്റെ അർത്ഥം? ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ നേർക്ക്. ഐ വാക്ക്ഡ് ടുവേർഡ്സ് ദ എൻട്രൻസ് ഓഫ് ദ സെമിറ്ററി. സെമിത്തേരിയുടെ പ്രവേശന കവാടത്തിനടുത്തേക്ക് ഞാൻ നടന്നിരുന്നു. എ മാൻ ഇൻ ആർമി യൂണിഫോം വാസ് സ്റ്റാൻഡിങ് നിയർ ദ എൻട്രൻസ്. ഒരു പട്ടാള യൂണിഫോമിലെ ഒരു മനുഷ്യൻ എൻട്രൻസിന്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. എ മാൻ ഇൻ ആർമി യൂണിഫോം വാസ് സ്റ്റാൻഡിങ് നിയർ ദ എൻട്രൻസ്. എൻട്രൻസിനടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഐ ആസ്ക്ഡ് ഹിം, ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, where can I find the tomb of Shelley?
ഷെല്ലിയുടെ കുഴിമാടം എനിക്ക് എവിടെയാണ് കണ്ടെത്താൻ കഴിയുക? Where can I find the tomb of Shelley? നോക്കുക, ഇവിടെ TOMB ടോംബ് എന്നൊക്കെ വായിക്കാൻ തോന്നും, പക്ഷെ ബി അവിടെ സൈലന്റ് ആണ്, അതുകൊണ്ട് ടോംബ് എന്ന് പറയരുത്, ടൂം എന്ന് മാത്രം ഉച്ചരിച്ചാൽ മതി. Where can I find? Where can I? Where എവിടെ? Where can I എനിക്ക് കഴിയും, can കഴിയുക. Where can I find? Find കണ്ടെത്തുക, എനിക്ക് എവിടെ കണ്ടെത്താൻ കഴിയും? Where can I find the tomb of Shelley? ഷെല്ലിയുടെ കുഴിമാടം, കല്ലറ എവിടെയാണ് എനിക്ക് കണ്ടെത്താൻ കഴിയുക? The English poet, ഇംഗ്ലീഷ് കവിയായ ഷെല്ലിയുടെ. He did not seem to understand me. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലായതായി തോന്നിയില്ല. He did not seem തോന്നുക, SEEM seem തോന്നുക. പലയിടങ്ങളിലായിട്ട് നമ്മൾ ഈ വാക്ക് ഇതിനകം ഈ പാഠത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞു. seem തോന്നുക. മാർബിൾ പ്രതിമകൾ എന്നെ മാടി വിളിക്കുന്നത് പോലെ, ബെക്കൺ ചെയ്യുന്നത് പോലെ തോന്നി, അല്ലെ? ഇറ്റ് seemed that those statues were beckoning me എന്ന് നമ്മൾ മറ്റൊരിടത്ത് കണ്ടു. seem തോന്നുക. He did not seem to understand me. അദ്ദേഹത്തിന് എന്നെ മനസ്സിലായതായി തോന്നിയില്ല. However, എന്തായാലും he encountered me with a question. ഒരു ചോദ്യവുമായി അദ്ദേഹം എന്നെ സമീപിച്ചു. He encountered me with a question. ഒരു ചോദ്യവുമായി അദ്ദേഹം എന്നെ സമീപിച്ചു. Are you from India? നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. Yes, I nodded. ഉണ്ടോ? ഇനി മുകളിലത്തെ ഭാഗത്ത് ഉണ്ടോ? യെസ്, അതെ, ഞാൻ തലയാട്ടി. നോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തലയാട്ടുക എന്നർത്ഥം അല്ലെ? യെസ്, അതെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തലയാട്ടി. യെസ്, ഐ നോഡ്. ഐ ഹാവ് ലിവ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് വാർ. യുദ്ധകാലത്ത് ഞാൻ ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ട് കുറച്ചു നാൾ. യുദ്ധകാലത്ത് ഐ ഹാവ് ലിവ്ഡ് ഇൻ ഇന്ത്യ, ഞാൻ കുറച്ചു നാൾ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ട്. ഡ്യൂറിങ് വാർ, ഡ്യൂറിങ് ഒരു കാലത്തിനിടയിൽ, ഒരു സമയത്തിനിടയിൽ, ഒരു കാലഘട്ടത്തിനിടയിൽ എന്നതിന് പറയാൻ ഇംഗ്ലീഷിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഡ്യൂറിങ്. ഏത് കാലഘട്ടത്തിനിടയിലാണ്? വാർ ടൈമിനിടയിൽ, ഡ്യൂറിങ് വാർ. യുദ്ധ കാലഘട്ടത്തിനിടയിലാണ് ഞാൻ ഇന്ത്യയിൽ തങ്ങിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. He said with a proud smile. അഭിമാനപൂർവമുള്ള ഒരു പുഞ്ചിരിയോടെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. As if he had done something great. എന്തോ വലിയ കാര്യം അദ്ദേഹം ചെയ്തതുപോലെ ആ പുഞ്ചിരിയിൽ അഭിമാനമുണ്ടായിരുന്നത്. As if എന്നതുപോലെ, as if എന്നതുപോലെ. if എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നാണ് അർത്ഥം. പക്ഷെ as if എന്ന് പറയുമ്പോൾ അങ്ങനെയാണെന്നതുപോലെ. As if he had done, അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ഡു ചെയ്യുക, ഡൂവിന്റെ മൂന്നാമത്തെ രൂപമാണ് ഡു, ഡിഡ്, ഡൺ. V1, V2, V3 ഫോം എന്നൊക്കെ നമ്മൾ പറയില്ലേ? പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതെ, ഡു എന്ന ചെയ്യുക എന്നതിന്റെ മൂന്നാമത്തെ രൂപമാണ് ഡൺ. ചെയ്യുക എന്നതിന്റെ രണ്ടാമത്തെ രൂപം ഡിഡ്. ഡിഡിന് ശേഷമുള്ള മൂന്നാമത്തെ രൂപമാണ് ഡൺ. ഒരു വെർബിന്റെ എല്ലാ ഫോമും 5 ഫോമും നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അതായത് V1 ഫോം, V2 ഫോം, V3 ഫോം, S ഫോം, ING ഫോം. അപ്പൊ ഡൂവിന്റെ S ഫോം എന്താണ്? ഡസ്. ING ഫോം എന്താണ്? ഡൂയിങ്. ഓക്കെ, ഡു, ഡിഡ്, ഡൺ, ഡസ്, ഡൂയിങ്. ഓക്കെ, അദ്ദേഹം എന്തോ ഒരു വലിയ കാര്യം, സംതിങ് ഗ്രേറ്റ്, എന്തോ വലിയ കാര്യം, മഹത്തായ കാര്യം ചെയ്തതുപോലെയാണ് അഭിമാനപൂർവ്വം പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ യുദ്ധകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. എന്തുമാവട്ടെ, അടുത്ത പാരഗ്രാഫ്. ഐ ഹാഡ് സീൻ സോ മെനി ഇറ്റാലിയൻ പ്രിസണേഴ്സ്. ഞാൻ ഒത്തിരി ഇറ്റാലിയൻ തടവ് പുള്ളികളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് സീൻ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓഫ് വാർ ദാറ്റ് ദേ വർ നോ ലോങ്ങർ എ നോവൽറ്റി ഫോർ മീ. അവരൊന്നും തന്നെയും എനിക്ക് ഒരു പുതുമയുള്ള കാഴ്ചയായിരുന്നില്ല. ദേ വർ നോ ലോങ്ങർ എ നോവൽറ്റി ഫോർ മീ. നോവൽറ്റി പുതുമ, ന്യൂ തിങ്. റാദർ പിന്നെയോ ഐ ഫെൽറ്റ് പിറ്റി ഫോർ ദിസ് കാക്കി ക്ലാഡ് പേഴ്സൺ. ഈ കാക്കി വേഷധാരിയായ ഈ മനുഷ്യനോട് എനിക്ക് സഹതാപമാണ് തോന്നിയത്. റാദർ അല്ലെ, മറിച്ച് എന്താണ് തോന്നിയത്? പുതുമ തോന്നിയില്ല എന്ന് മാത്രമല്ല, പിന്നെയോ ഐ ഫെൽറ്റ് പിറ്റി ഫോർ ദിസ്. പിറ്റി എന്താണ്? സഹതാപം, ദയ. ഫോർ ദിസ് കാക്കി ക്ലാഡ് പേഴ്സൺ, കാക്കി കുപ്പായമണിഞ്ഞ വ്യക്തിയോട്. ക്ലാഡ് എന്നതിന് ഇപ്പോ വസ്ത്രം ധരിച്ച എന്നാണ് അർത്ഥം. Who had been forced to watch over a prison for the dead. അയാൾ ഇപ്പോൾ
മരിച്ചവരുടെ ഒരു സെമിത്തേരി അല്ലെങ്കിൽ സെമിട്രി അത് കാവൽ നിൽക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ്. ഹു ഹാഡ് ബീൻ ഫോഴ്സ്ഡ് ടു എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിച്ച ഒരാളെ ഒരു കാര്യം നിർബന്ധിച്ച് ചെയ്യിക്കുന്നതിനെയാണ് ഫോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത്. ഹു ഹാഡ് ബീൻ ഫോഴ്സ്ഡ് ടു വാച്ച് ഓവർ എ പ്രിസൺ ഫോർ ദ ഡെഡ്. മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു ജയില് അല്ലെങ്കിൽ ഒരു പ്രിസൺ കാത്തു സൂക്ഷിക്കുന്ന പറാവുകാരനെ പോലെ. ഹൈഡിങ് മൈ റിയൽ ഫീലിംഗ്, എന്റെ യഥാർത്ഥത്തിലുള്ള വികാരം മറച്ചു വെച്ചുകൊണ്ട് ഐ സ്മൈൽഡ് ആൻഡ് റെസ്പോണ്ടഡ്, ഞാൻ പുഞ്ചിരിയോടെ പ്രതികരിച്ചു. ഞാൻ സ്മൈൽഡ് പുഞ്ചിരിച്ചു, റെസ്പോണ്ടഡ് പ്രതികരിച്ചു, ഹൈഡ് ഒളിച്ചു വയ്ക്കുക, മറച്ചു വയ്ക്കുക. ഇവിടെ ING ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കണ്ടിന്യൂസ് ടെൻസ് അല്ലെ. ഞാൻ നേരത്തെയും പറഞ്ഞു എവിടെയൊക്കെ കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടോ അവിടെയൊക്കെ ING വരണം. ഹൈഡ് ചെയ്തുകൊണ്ട്, ഹൈഡിങ് മൈ റിയൽ ഫീലിംഗ്, റിയൽ യഥാർത്ഥ, REAL അതാണ് റിയൽ, യഥാർത്ഥ എന്നല്ല എന്റെ ഫീലിംഗ്, എന്റെ സ്പെല്ലിംഗ്. റിയൽ ഫീലിംഗ് എന്താണ്? വികാരം, തോന്നൽ. എന്റെ യഥാർത്ഥ വികാരം മറച്ചു വെച്ചുകൊണ്ട് ഹൈഡിങ് മൈ റിയൽ ഫീലിംഗ് ഐ സ്മൈൽഡ് ആൻഡ് റെസ്പോണ്ടഡ്, ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പ്രതിവചിച്ചു. ഓ ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു, നിങ്ങളെ കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഓ ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു, ഗ്ലാഡ് സന്തോഷം. ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു, മീറ്റ് കണ്ടുമുട്ടുക, മീറ്റ് കണ്ടുമുട്ടുക. ഓക്കെ, അപ്പൊ മീറ്റിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? കണ്ടുമുട്ടി എന്ന് എങ്ങനെ പറയും? മെറ്റ്, മീറ്റ്, മെറ്റ്. ഓക്കെ, ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു, നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. ക്യാൻ യു ടെൽ മീ, നിങ്ങൾക്ക് പറയാമോ? വേർ ക്യാൻ ഐ ഫൈൻഡ് ദ ടൂം ഓഫ് ഷെല്ലി ദ ഇംഗ്ലീഷ് പോയറ്റ്, ഷെല്ലി എന്ന ഇംഗ്ലീഷ് പോയറ്റിന്റെ കുഴിമാടം. ടൂം, TOMB. ഞാൻ പറഞ്ഞു ടോംബ് എന്ന് വായിക്കരുത്, ടൂം. Where can I find, where എവിടെ, where can I find the tomb of Shelley the English poet, ഷെല്ലി എന്ന ഇംഗ്ലീഷ് കവിയുടെ കുഴിമാടം എവിടെയാണ് കാണാൻ കഴിയുക? He thought for some time, അദ്ദേഹം കുറച്ചു നേരം ആലോചിച്ചു. And shook his head, എന്നിട്ട് തലയാട്ടി, തല കുലുക്കി. ഇല്ല എന്നർത്ഥത്തിൽ it is not here, അയ്യോ അത് ഇവിടെ അല്ല. it is not here, here എന്ന് പറഞ്ഞാൽ ഇവിടെ. shook എന്ന് പറഞ്ഞാൽ ഷെയ്ക്കിന്റെ പാസൻസ് ആണ്, ഷെയ്ക്ക് കുലുക്കുക, shook കുലുക്കി. And shook his head, അദ്ദേഹത്തിന്റെ തല കുലുക്കി. It is not here, it is situated in the Protestant cemetery, അതെവിടെയല്ല, അത് പ്രൊട്ടസ്റ്റന്റ് സെമിട്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിറ്റുവേറ്റ് ചെയ്യുക, സ്ഥിതി ചെയ്യുക. It is situated in the Protestant cemetery. It is at some distance from here, അത് ഇവിടുന്ന് അല്പം ദൂരെ മാറിയാണ്. I stood there with the bouquet in hand, ഞാൻ ബൊക്കെ കയ്യിൽ പിടിച്ച് കുറച്ചു നേരം അവിടെ നിന്നു. മൈ ഫേസ് റിഫ്ലക്റ്റിംഗ് മൈ ഡിസപ്പോയിൻമെന്റ്, എന്റെ മുഖത്ത് എന്റെ നിരാശ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. തിങ്കിങ് ഓഫ് ലീവിങ് ബൈ ദ വെരി നെക്സ്റ്റ് ബസ്, തൊട്ടടുത്ത ബസ് പിടിച്ച് പോയാലോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആലോചിക്കുക. തിങ്കിങ് ഓഫ് ലീവിങ്, ലീവ് വിട്ടുപോവുക, ഉപേക്ഷിച്ചു പോവുക, വിട്ടുപോരുക എന്നൊക്കെ അർത്ഥമുണ്ട്. തിങ്കിങ് ഓഫ് ലീവിങ് ബൈ ദ നെക്സ്റ്റ്, വെരി നെക്സ്റ്റ് ബസ്, തൊട്ടടുത്ത എന്നെങ്ങനെ പറയും? വെരി നെക്സ്റ്റ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എടുത്ത, വെരി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത അല്ലെ. ബസ് പിടിച്ച് പോരാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ സ്റ്റാർട്ടഡ് മൂവിങ് അവേ ഫ്രം ദ മാൻ, ആ മനുഷ്യനിൽ നിന്നും ഞാൻ അല്പം മാറി സഞ്ചരിക്കാൻ തുടങ്ങി. സഡൻലി ഐ റിമെമ്പർഡ് ദാറ്റ് സെമിറ്ററീസ് വുഡ് ബി ക്ലോസ്ഡ് അറ്റ് സൺസെറ്റ്, അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്, സെമിത്തേരികൾ സൂര്യാസ്തമയ സമയത്ത് അടഞ്ഞിരിക്കുമല്ലോ എന്ന്. നോട്ട് ഷുവർ ഓഫ് വാട്ട് ടു ഡു നെക്സ്റ്റ്, ഇനി എന്താ ചെയ്യുക എന്ന് യാതൊരു ഉറപ്പുമുണ്ടായിരുന്നില്ല. സൺസെറ്റ്, സൂര്യാസ്തമയം. ഷുവർ അല്ലെ, ഉറപ്പ്. നോട്ട് ഷുവർ, ഉറപ്പില്ലായിരുന്നു. ഓഫ് വാട്ട് ടു ഡു നെക്സ്റ്റ്, അടുത്തതായി എന്തു ചെയ്യണമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഐ സ്റ്റുഡ് ദർ ഫോർ എ വൈൽ, അല്പനേരത്തേക്ക് എന്നതിന് എങ്ങനെയാ പറയാ? ഫോർ എ വൈൽ. സ്റ്റുഡ് നിന്നു, സ്റ്റാൻഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്റ്റുഡ്, സ്റ്റാൻഡ് നിൽക്കുക. ഐ സ്റ്റുഡ് ദർ ഫോർ എ വൈൽ, ഞാൻ അവിടെ അല്പനേരം നിന്നു. Quite a few people, after their faces sad and somber, വളരെ കുറച്ച് ആൾക്കാർ മാത്രം, അവരുടെ മുഖത്തിൽ സങ്കടമുണ്ടായിരുന്നു, അതുപോലെ തന്നെ ദുഃഖാർദ്രതയുണ്ടായിരുന്നു. ആംഡ് വിത്ത് ബൊക്കെ ആൻഡ് ഫ്ലവേഴ്സ്, അവരുടെ കൈകളിലൊക്കെ ബൊക്കെയും പൂക്കളും ഉണ്ടായിരുന്നു. ടു ബി ഓഫേർഡ് ടു ദ മെമ്മറി ഓഫ് ദർ നിയർ ആൻഡ് ഡിയർ, അവരുടെ പ്രിയപ്പെട്ട ബന്ധുക്കളുടെ ഓർമ്മയ്ക്കായി അർച്ചിക്കാനാണ് ആ പൂക്കൾ. kept going into the cemetery, അവർ സെമിത്തേരിയിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. I peeped in through the door that was ajar, ഞാൻ അവിടെയുള്ള
വാതിൽക്കലൂടെ ഉള്ളിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരുന്നു.